ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ ഒരു പഴയ പട്ടണമാണ് അയോധ്യ. ശ്രീരാമചന്ദ്രൻ്റെ ജന്മഭൂമിയായിട്ടാണ് അയോധ്യയെ കാണുന്നത്. പുരാതന ഇന്ത്യയിലെ മഹാജനപദങ്ങളിലൊന്നായ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ. ബുദ്ധൻ്റെ കാലത്ത് ഇത് അയോധ്യ എന്നറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് അയോധ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ സമയത്ത് ഇത് ആഗ്ര ഭരണപ്രദേശത്തിൻ്റെ കീഴിലായിരുന്നു. ന്യൂഡൽഹിയിൽ നിന്നും ഏകദേശം 555 കിലോമീറ്റർ അകലെയായി സരയൂ നദിയുടെ അരികിലായാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. 50 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ലക്നൌവിലെ ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അയോധ്യയ്ക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ലക്നൗ, കാൺപൂർ, അലഹബാദ്, വാരണാസി, ഡൽഹി തുടങ്ങിയ ഉത്തർപ്രദേശിലെ നഗരങ്ങളിലേക്ക് അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതിദിന ട്രെയിനുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിനുള്ളിൽ ഉത്തർപ്രദേശിലെ മറ്റെല്ലാ പ്രധാന നഗരങ്ങളുമായി നല്ല റോഡ് ശൃംഖലയിലൂടെ അയോധ്യയെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഫൈസാബാദിൽ നിന്നും 7 കിലോമീറ്റർ, അലഹബാദിൽ നിന്നും 166 കിലോമീറ്റർ, ലക്നൌവിൽ നിന്നും 134 കിലോമീറ്റർ, വാരണാസിയിൽ നിന്ന് 209 കിലോമീറ്റർ എന്നിങ്ങനെ അടുത്തുള്ള ഏത് പ്രധാന നഗരത്തിൽ നിന്നും അയോധ്യയിൽ എത്തിച്ചേരാം. അയോധ്യ വിമാനത്താവളം ഔദ്യോഗികമായി മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യധാം എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഇരട്ട നഗരങ്ങളായ അയോധ്യയ്ക്കും ഫൈസാബാദിനും സേവനം നൽകുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അയോധ്യയിലെ നാക്കയിൽ NH-27, NH-330 എന്നിവയോട് ചേർന്നാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവളത്തിൻ്റെ വികസനത്തിനായി 2014 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശ് സർക്കാർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. 2022 ഫെബ്രുവരിയിൽ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 2023 ഡിസംബർ 30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. 2024 10 മുതൽ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുന്നതിൻ്റെ ആഘോഷങ്ങളാണ് അയോധ്യയിലെങ്ങും. 22-ാം തീയതി നടക്കുന്ന രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയെ അയോധ്യയുടെ എക്കാലത്തെയും വലിയ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് നാട്ടുകാർ. അയോധ്യയിലെത്തുന്ന അതിഥികളെ വരവേൽക്കാൻ നിരത്തുകളിൽ വിവിധ കലാപരിപാടികളും സജീവമാണ്. അയോധ്യയിലെ പ്രധാന റോഡുകളിലെല്ലാം 100 മീറ്റർ ഇടവേളകളിൽ സ്റ്റേജ് കെട്ടി അതിൽ പാട്ടും നൃത്തവും പൊടിപൊടിക്കുകയാണ്. കൂടാതെ കൊട്ടും പാട്ടുമായി നിരത്തിലൂടെ നടന്നു നീങ്ങുന്ന സംഘങ്ങളും ഏറെയാണ്.